ഹലോ ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് SSC RPF തയ്യാറെടുക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസുമാണ് ഇന്ന് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെയും ഈ വീഡിയോ കാണുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ട്രൈബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ. ഓക്കെ, സിന്ധു നദിയുടെ പോഷക നദി ഏത് എന്നതാണ്, ഏറ്റവും വലിയ പോഷക നദി ഏത് എന്നതാണ് ചോദ്യം. സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം അതിൻ്റെ ആൻസർ ചിനാബ് ആണ് എന്നറിയാം, ഇല്ല, സിന്ധു നദിയുടെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ള 1-2 ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നമ്മൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഗോദാവരി നദിയാണ്. ഇതിൽ ബാക്കിയുള്ള നദിയൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഗംഗയും ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ഗോദാവരിക്കാണ്. ഓക്കെ, കാരണം നമുക്ക് പല പരീക്ഷകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി, അതിനകത്ത് കാണാൻ പറ്റും. ഒരുപാട് പരീക്ഷയ്ക്ക് ഗംഗയെക്കാളും ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചത് ഗോദാവരിയാണ്. ഓക്കെ, അപ്പോൾ ഗോദാവരിയുടെ ഒരു പ്രത്യേകത ആണ്, ഓക്കെ, എന്താണ് ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഗോദാവരി. ഓക്കെ, ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ഇൻ ഇന്ത്യ ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി ആണ് എന്ന് പറയുന്നത് ഏത്, ഗോദാവരി എന്ന് പറയുന്നത്. ഇനി ഗോദാവരിയുടെ പതനം അല്ലെങ്കിൽ ഡ്രെയിൻസ്, ഗോദാവരിയുടെ പതനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലാണെന്ന് പറയണം. ബേ ഓഫ് ബംഗാൾ അല്ലെങ്കിൽ ബംഗാൾ ഉൾക്കടലാണെന്ന് പറയണം. ഇനി അതിൻ്റെ ലെങ്ത് പരീക്ഷയ്ക്ക് ചോദിക്കും. ലെങ്ത്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1465 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഗോദാവരിയുടെ. ഓക്കെ, 1465 കിലോമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്. ഇനി ഇത് ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ കൂടെ കടന്നു പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ? ഒന്ന് മഹാരാഷ്ട്ര. ഓക്കെ, ഒന്ന് മഹാരാഷ്ട്രയിലുണ്ട്, പിന്നെ AP ആന്ധ്രാപ്രദേശിലുണ്ട്, പിന്നെ ഒഡീഷയിലുണ്ട്. ഓക്കെ, ഒഡീഷ, പിന്നെ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ മധ്യപ്രദേശിൽ അകത്തൂടെ കടന്നു പോകുന്നില്ല. ചില ഭാഗങ്ങളിൽ കൂടെ മാത്രമേ മധ്യപ്രദേശിൽ കടന്നു പോകുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കർണാടക, പിന്നെ അതുപോലെ പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി. ഓക്കെ, ഈ സ്ഥലത്ത് കൂടെയാണ് ഈ പറയുന്ന ഗോദാവരി കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയോ, നമ്മൾ ചിനാബ് പറഞ്ഞു, വിച്ച് ഈസ് ദ ലാർജസ്റ്റ് ട്രിബ്യൂട്ടറി ഓഫ് ഇൻഡസ് റിവർ. ഇൻഡസ് റിവറിൻ്റെ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചിനാബാണെന്ന് നമ്മൾ പറഞ്ഞു. ലാർജസ്റ്റ് പെനിൻസുലാർ റിവർ ആണെന്ന് പറഞ്ഞു, അത് ഗോദാവരി ആണെന്ന് പറഞ്ഞു. പിന്നീട് ഗോദാവരി പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണെന്ന് പറഞ്ഞു. അതുപോലെ അതിൻ്റെ കിലോമീറ്റർ 1465 കിലോമീറ്റർ ആണെന്ന് പറഞ്ഞു. പിന്നെ മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മധ്യപ്രദേശ്, കർണാടക, പോണ്ടിച്ചേരി, ഈ 3 സ്ഥലങ്ങൾ, പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് കൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മൾ വിജയകരമായിട്ട് 1ാമത്തെ ചോദ്യം പൂർത്തീകരിച്ചു. ഇനി അടുത്ത 2ാമത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, 2ാമത്തെ ചോദ്യമാണ് ഷുമാങ് ലീല ഫെസ്റ്റിവൽ അസോസിയേറ്റഡ് വിത്ത് വിച്ച് സ്റ്റേറ്റ്. ഇവിടെ ഏത് സ്റ്റേറ്റിലാണ് ഷുമാങ് ലീല എന്ന് പറയുന്ന ഫെസ്റ്റിവൽ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് മണിപ്പൂരിലാണ്. ഓക്കെ, മണിപ്പൂരിലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഹെമിസ് എന്ന് പറയുന്നത് ഒരു നാഷണൽ പാർക്കുണ്ട്. ഓക്കെ, ഹെമിസ് എന്ന് പറയുന്നത് ഒരു ഫെസ്റ്റിവലുണ്ട്, അത് ലഡാക്കിലെ ഫെസ്റ്റിവലാണ്. ഹെമിസ് നാഷണൽ പാർക്കും ഉണ്ട്. ഓക്കെ, ഹെമിസ് എന്ന് പറയുന്നത് ലഡാക്കിലെ ഒരു ഫെസ്റ്റിവലാണ്. ഓക്കെ, ഹെമിസ് എന്ന് പറയുന്നത്. അതുപോലെ എടുത്തു പറയേണ്ടത് മറ്റൊന്നാണ് ബിഹു. എല്ലാവർക്കും അറിയാം, ആസാമിലെ ഒരു ഉത്സവമാണ്, ഫെസ്റ്റിവലാണ് ഏത്, ബിഹു എന്ന് പറയുന്നത്. പിന്നീട് തേജ് എന്ന് പറയുന്നത് പഞ്ചാബ്. ഈ തേജ് എന്ന് പറയുന്നത്
പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് തേജ് ഫെസ്റ്റിവൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണോടാ? തേജ് ഫെസ്റ്റിവൽ റെയിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതൊരു റെയിനി ഫെസ്റ്റിവലാണ് എന്തെന്ന് പറയുന്നത്? തേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, സംഭവം മറക്കരുതേ. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ഗോഞ്ചി ഫെസ്റ്റിവൽ അത് ഹിമാചലിലാണ്. ഗോഞ്ചി ഫെസ്റ്റിവൽ അത് ഹിമാചലിലാണ്. ഓക്കെ, പിന്നീട് കൊണാർക്ക് ഡാൻസ് ഒഡീഷയിലാണ്. ഒഡീഷ ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. ഓക്കെ, ഒഡീഷയിലാണ് ഈ പറയുന്ന കൊണാർക്ക് ഡാൻസ് സ്ഥിതി ചെയ്യുന്നത്. ഇത് എത്ര ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്? 5 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ രഥയാത്ര എന്ന് പറയുന്നത് പുരി എന്ന് പറയുന്ന സ്ഥലം. പുരി എന്ന് പറയുന്നത് ഒഡീഷയിലാണ്. ഓക്കെ, ഒഡീഷയിലാണ് പുരി. അവിടെയാണ് ഈ രഥയാത്ര എന്ന് പറയുന്ന ഉത്സവം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ അതുപോലെ പോള ഫെസ്റ്റിവൽ അത് മഹാരാഷ്ട്രയിൽ ആണ് നടക്കുന്നത്. ഓക്കെ, പോള ഫെസ്റ്റിവൽ. പിന്നീടൊന്നുണ്ട് നിശാഗന്ധി ഡാൻസ് ഫെസ്റ്റിവൽ. അത് കേരളത്തിലാണ് നടക്കുന്നത്. ഓക്കെ, കേരളം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഓക്കെ, GD പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, കഴിഞ്ഞ GD പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, പ്രീവിയസാണ്. ഓക്കെ, തിരുവനന്തപുരം കനകുന്നിലാണ് നിശാഗന്ധി ഡാൻസ് പ്രോഗ്രാം നടക്കുന്നത്. ഓക്കെ എടാ, അപ്പോൾ ഇത്രയും രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത് ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഫെസ്റ്റിവലിനെ കുറിച്ചിട്ടാണ് രണ്ടാമത്തെ ചോദ്യം നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഫെസ്റ്റിവൽസ് അല്ല, ഇനി ഒരുപാട് ഫെസ്റ്റിവൽസും ഉണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇത്രയും ഫെസ്റ്റിവൽസ് മതി, പഠിക്കാൻ ഇത്രയും ഫെസ്റ്റിവൽസ് മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് വിച്ച് ഫ്ലോക്ക് ഡാൻസ് പെർഫോംഡ് മെയിൻലി ഇൻ ഛത്തീസ്ഗഡ്. അടുത്ത് നമ്മൾ പറയുന്ന ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അത് എവിടുത്തെ ഡാൻസ് ഫോമാണ്ടാ ചോദിച്ചിരിക്കുന്നത്? ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ ഡാൻസ് ഫോം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൗട്ടാണ്. ഓക്കെ, റൗട്ട്. ഈ റൗട്ട് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിലാണ്. അങ്ങനെയാണെങ്കിൽ സാത്രിയ എന്ന് പറയുന്നതോ? അങ്ങനെയാണെങ്കിൽ എവിടെയത്? സാത്രിയ എന്ന് പറയുന്നത് ആസാമിലാണ്. സാത്രിയ എന്ന് പറയുന്ന ഡാൻസ് ഫോം ആസാമിലാണ്. അടുത്ത് ഗോൺഫ് എന്ന് പറയുന്നത് ഗോവയിലാണ്. ഓക്കെ, ഗോൺഫ് എന്ന് പറയുന്ന ഡാൻസ് ഗോൺഫ് ഇതിലാണ്. അടുത്ത് ജഗോയ് ചോളം. ഇത് എവിടുത്തെ ഡാൻസ് ഫോമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂരിലെ ഡാൻസ് ഫോമാണ്. ഓക്കെ, അടുത്തത് ചോലിയ എവിടുത്തെ ഡാൻസ് ഫോമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അത് ഉത്തരാഖണ്ഡിൻ്റെ ഡാൻസ് ഫോമാണ്. അടുത്ത ലെസീം എവിടുത്തെ ഡാൻസ് ഫോമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയുടെ ഡാൻസ് ഫോമാണ്. അടുത്ത് ന്യൂപ ഡാൻസ് എവിടുത്തെ ഡാൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണിപ്പൂർ. ഓക്കെ, മണിപ്പൂരിലെ ഡാൻസ് ഫോമാണ്. അടുത്ത് മമിത, സിനിമാ നടിയല്ല, മമിത. മമിത ത്രിപുരയിലെ ഡാൻസ് ഫോമാണ്. ഓക്കെ എടാ, ഇതൊരു ആദിവാസി വിഭാഗങ്ങളുടെ ഒരു ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാൻസ് ഫോമാണ്. ഓക്കെ, അത് ഏത് തരം ആദിവാസികളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊളോയ് എന്ന് പറയുന്ന ആദിവാസി വിഭാഗക്കാരാണ്. ഓക്കെ, കൊളോയ് എന്ന് പറയുന്ന ആദിവാസി വിഭാഗക്കാരാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, പ്രീവിയസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് നമുക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം.
നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓക്കെ, നന്ദാദേവി അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബയോസ്ഫിയർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഉത്തരാഖണ്ഡിലാണ് നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കേടാ, അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് റിസർവുകൾ നോക്കാം. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പറയുന്നത് ടൈഗർ റിസർവാണ് നമ്മൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ടൈഗർ റിസർവ് പക്കേ. ഓക്കെ, പക്കേ എന്ന് പറയുന്ന ടൈഗർ റിസർവ് അത് അരുണാചൽ പ്രദേശിലാണ്. IP എന്ന് എഴുതിക്കുന്നത് കൊണ്ട് ആന്ധ്രാപ്രദേശാണെന്ന് കരുതരുത്, അരുണാചൽ പ്രദേശാണ്. ഓക്കെ, അരുണാചൽ പ്രദേശ്. അടുത്ത് പെഞ്ചാണെങ്കിൽ മധ്യപ്രദേശ്. പെഞ്ചാണെങ്കിൽ മധ്യപ്രദേശാണ്. അതുപോലെ പ്രോജക്റ്റ് ടൈഗർ പദ്ധതി നിലവിൽ വന്നത് ചോദിക്കും. 1973 പ്രോജക്റ്റ് ടൈഗർ നിലവിൽ വന്നത്. പിന്നെ അതുപോലെ സരിസ്ക ടൈഗർ റിസർവ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാനിലാണ്. ഓക്കെ, സരിസ്ക ടൈഗർ റിസർവ് എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തുത്തരം പറയണോടാ? രാജസ്ഥാനിലാണെന്ന് പറയണം. അടുത്ത് ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ച്വറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ഹെമിസ് നാഷണൽ പാർക്കാണെങ്കിൽ അത് ലഡാക്കിലാണ്. നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലഡാക്കിലാണ്. അടുത്ത മേലേഘട്ട് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലാണ്. ഓക്കെ എടാ, അപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈഗർ റിസർവുകളും ബയോസ്ഫിയർ റിസർവും വൈൽഡ് ലൈഫ് സാങ്ച്വറീസാണ് നമ്മൾ പറഞ്ഞത്. ഇതിൻ്റെ ലിസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ ഗ്രൂപ്പിനകത്ത് വരും. ഓക്കെ, ശരി. അടുത്ത് നമുക്ക് പറയേണ്ടത് ഡാമുകളെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഡാമുകളെ കുറിച്ചിട്ടാണ്. ഇതിൽ സർദാർ സരോവർ ഡാം ബിൽറ്റ് ഇൻ ഓൺ വിച്ച് റിവർ എന്ന് ചോദിച്ചിട്ടുണ്ട്. സർദാർ സരോവർ ഡാം ഏത് നദിയുടെ കുറുകെയാണ് കെട്ടിയിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാടാ? നർമ്മദ. ഓക്കെ, സർദാർ സരോവർ ഡാം സ്ഥിതി ചെയ്യുന്നത് നർമ്മദയുടെ തീരത്താണ്. സർദാർ സരോവർ ഡാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഡാമുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, കുറച്ച് അതിൽ ഒന്നാമത്തെ സിംഗൂർ ഡാം. നിങ്ങൾ കേട്ടിട്ടോ എന്നറിയില്ല. സിംഗൂർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് റിവറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഞ്ചീര റിവറിലാണ് ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കും നാഗാർജുന സാഗർ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, നാഗാർജുന സാഗർ ഡാം ഏത് റിവറിലടാ? കൃഷ്ണ റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് മേട്ടൂർ ഡാം ആണെങ്കിലോ, മേട്ടൂർ ഡാം എവിടെ സ്ഥിതി ചെയ്യുന്നു? അത് തമിഴ്നാടാണ് സ്ഥിതി ചെയ്യുന്നത്. കാവേരി റിവറിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് ബഗ്ലിഹാർ ആണെങ്കിൽ ജമ്മു ആൻഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബഗ്ലിഹാർ ജമ്മു ആൻഡ് കാശ്മീരിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, ചിനാബ് നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഏത് നദിയിലാണ്? ചിനാബ് നദിയിലാണ്. പിന്നെ അതുപോലെ നമുക്ക് പറയേണ്ട മറ്റൊരു ഇതാണ് ലോങ്ങസ്റ്റ് ഡാം ഇൻ ഇന്ത്യ. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിരാക്കുഡാണ്. ഓക്കെ, അതുപോലെ തന്നെ ഹിരാക്കുഡ് ഡാം ഏത് നദിയിലാണ് പണി കഴിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏത് നദിയിലാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, മഹാനദിയിലാണ്. മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സർദാർ സരോവർ ഡാം നമ്മൾ പറഞ്ഞു, അത് ഏത് നദിയിലാടാ? നർമ്മദ നദിയിലാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ,
ഈ പറയുന്ന ഡാംസുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാമുകളാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം ഇതാണ് ഇൻ വിച്ച് സ്റ്റേറ്റ് ഈ സൂരജ് കുണ്ട് ലേക്ക് ആസ് ലൊക്കേറ്റഡ്. ഓക്കെ, ചിരിക്കണ്ട. ഓക്കെ, ഈ പറയുന്ന സൂരജ് കുണ്ട് എന്ന് പറയുന്ന ഒരു ലേക്ക് ഹരിയാനയിലാണ് സ്ഥിതി ചെയ്യുന്നത്. സൂരജ് കുണ്ട് എന്ന് പറയുന്ന ഒരു കരകൗശല മേള ഉണ്ട്. അത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതും ഈ പറയുന്ന ഹരിയാനയിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ശരി. അപ്പോൾ സൂരജ് കുണ്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ് എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തെന്ന് പറയണോടാ? ഹരിയാന എന്ന് പറയണം. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ സാമ്പാർ ലേക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്ന സാമ്പാർ ലേക്ക്. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. രാജസ്ഥാനിൽ സാമ്പാർ എന്ന് ആലോചിച്ചാൽ മതി. രാജസ്ഥാൻ സാമ്പാർ എന്ന് ആലോചിച്ചാൽ മതി, അപ്പോൾ കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ നൈനിറ്റാൾ ലേക്ക് എവിടെയാണെന്ന് ചോദിക്കും. ഉത്തരാഖണ്ഡിലാണ് നൈനിറ്റാൾ ലേക്ക്. അടുത്ത് ലഗൂൺ ലേക്ക് ഓഫ് ഇന്ത്യ ഏതാണെന്ന് ചോദിക്കും. ലഗൂൺ ലേക്ക് ഓഫ് ഇന്ത്യ ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഏതെന്ന് പറയണം? ചിൽക്ക എന്ന് പറയണം. ചിൽക്ക ലേക്ക് എന്ന് പറയണം. ഓക്കെ, ചിൽക്ക ലേക്ക് എന്ന് പറയണം. ഇനി പുഷ്കർ ലേക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിക്കും. പുഷ്കർ ലേക്ക് അത് രാജസ്ഥാനിലെ അജ്മീറിലാണ്. ഓക്കെ, രാജസ്ഥാനിലെ അജ്മീറിലാണ് സ്ഥിതി ചെയ്യുന്നത് പുഷ്കർ ലേക്ക്. അടുത്ത ലോക്തക് ലേക്ക് ചോദിക്കും. ലോക്തക് ലേക്ക് എവിടെയാണെന്ന് ചോദിക്കും. അത് മണിപ്പൂരിലാണ് ലോക്തക് ലേക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ എടാ, അപ്പോൾ ഇത്രയും ലേക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യമാണ് വിച്ച് സിറ്റി ഈസ് സിറ്റുവേറ്റഡ് ഓൺ ദ ബാങ്ക് ഓഫ് അളകനന്ദ റിവർ. അളകനന്ദ റിവറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണം ഏത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എന്തുത്തരം എഴുതും? അളകനന്ദയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അളകനന്ദ. ഈ പേര് കേട്ട് കഴിഞ്ഞാൽ അല്ലു അർജുൻ്റെ ഒരു സിനിമ ഉണ്ടല്ലോ, ബദ്രീനാഥ്. ഓക്കെ, ബദ്രീനാഥ്. അതിൽ അല്ലു അർജുൻ്റെ പേര് ബദ്രീനാഥും അതിൻ്റെ നായികയുടെ പേര് തമന്നയുടെ പേരും എന്താ? അളകനന്ദയോ. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന അളകനന്ദ എന്ന് പറയുന്ന റിവർ ബദ്രീനാഥിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ബദ്രീനാഥ് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അത് ഉത്തരാഖണ്ഡിലാണ്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത കാര്യത്തിലോട്ട് നമുക്ക് പോവാം. അങ്ങനെയാണെങ്കിൽ മുൾട്ട റിവർ സ്ഥിതി ചെയ്യുന്ന ഏത് നദിയിൽ കൂടെ മുൾട്ട റിവർ ഏത് നഗരത്തിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂനെയാണ്. അതുപോലെ ഗോമതി ഏത് സിറ്റിയുടെ കൂടെയാണ് തീരത്തൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്നൗ. ഗോമതി നദി ലക്നൗവിൻ്റെ തീരത്താണ് ഒഴുകുന്നത്. ഓക്കെ, വിജയവാഡയാണെങ്കിൽ കൃഷ്ണ നദിയുടെ തീരത്താ വിജയവാഡ. കൊൽക്കത്തയാണെങ്കിലോ ഹൂഗ്ലി നദിയുടെ തീരത്താ. അടുത്ത ആഗ്രയാണെങ്കിലോ യമുനയുടെ തീരത്താ. ഓക്കെ, ആഗ്ര സ്ഥിതി ചെയ്യുന്നത് യമുനയുടെ തീരത്താണ്. ഖൊരഗ്പൂർ ആണെങ്കിലോ ഖൊരഗ്പൂർ റപ്തി റിവറിൻ്റെ തീരത്താണ്. റപ്തി റിവറിൻ്റെ തീരത്താണ്. കട്ടക്ക് ആണെങ്കിലോ
മഹാനദിയുടെ തീരത്താണ്. കട്ടക്കാണെങ്കിൽ മഹാനദിയുടെ തീരത്താണ്. ഓക്കെ, ബഗൽപൂർ ആണെങ്കിലോ? ബഗൽപൂർ ആണെങ്കിൽ ഗംഗയുടെ തീരത്താണ്. ഓക്കെ, ഗംഗയുടെ തീരത്താണ്. ഓക്കേടാ, നമ്മളിപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് അത്രയും പറയാനുള്ള ഇതില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അടുത്ത ചോദ്യം, ഓൺ വിച്ച് റൂട്ട് ദ സെക്കൻഡ് തേജസ് ട്രെയിൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ബൈ ഇന്ത്യൻ റെയിൽവേ? ഓക്കെ, ഇന്ത്യൻ റെയിൽവേയിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. ഇപ്പോൾ അല്ല, കുറച്ച് നാളായി ചോദിച്ചിട്ട്. ഓക്കെ, ഈ പറയുന്ന സെക്കൻഡ് തേജസ് ട്രെയിൻ എന്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എവിടെയാണ് രണ്ടാമത് ആരംഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലഹബാദ് മുംബൈ ആണ് കേട്ടോ. ഓക്കെ, അലഹബാദ് ടു മുംബൈ അതാണ് കറക്റ്റ് ആൻസർ എന്ന്. അലഹബാദ് ടു മുംബൈ അല്ല, യെസ്, അലഹബാദ് ടു മുംബൈ തന്നെയാണ്. ഓക്കെ, അലഹബാദ് ടു മുംബൈ. അപ്പോൾ അടുത്ത നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ അറിയാമല്ലോ, ഈ പറയുന്ന തേജസൊക്കെ വന്ദേ ഭാരത് വരുന്നതിന് മുന്നേ ഉള്ള സംഭവമാണ്. അപ്പോൾ നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ട്രെയിൻ 18 അല്ലെങ്കിൽ ട്രെയിൻ 18 എന്ന് പറഞ്ഞ് എന്താണ്? അതാണ് വന്ദേ ഭാരത്. ഓക്കെ, വന്ദേ ഭാരതിൻ്റെ മറ്റൊരു പേരാണ് എന്താടാ? അയ്യോ, അതെവിടെ? അതാ പോയി. വന്ദേ ഭാരതിൻ്റെ മറ്റൊരു പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ട്രെയിൻ 18 എന്ന് പറയുന്നത് വന്ദേ ഭാരതിൻ്റെ മറ്റൊരു പേരാണ് കേട്ടോ. വന്ദേ ഭാരതിൻ്റെ മറ്റൊരു പേരാണ് ട്രെയിൻ 18 എന്ന് പറയുന്നത്. ഓക്കെ, ശരി എടാ. അപ്പോൾ ഇത് പരീക്ഷയ്ക്ക് RRB NTPC പരീക്ഷയ്ക്ക് 2016 ചോദിച്ച ഒരു ചോദ്യമാണ്. ഓക്കെ, 2016 ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം. ഓക്കെ, വന്ദേ ഭാരതിൻ്റെ ചോദ്യം 2016 ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ അത് മാറിപ്പോകരുത്. ഓക്കെ, ശരി. ട്രെയിൻ 18 വന്ദേ ഭാരത്. ഓക്കെ, വന്ദേ ഭാരത്. ഇനി പരീക്ഷയ്ക്ക് ചോദിക്കുക ഹൗ മെനി സോൺസ് ഇൻ റെയിൽവേ എന്ന് ചോദിക്കും. എത്രയാണ് ചോദിക്കണമെങ്കിൽ എന്താ, അത് ഈ 18 തന്നെയാണ് അതിനകത്തുള്ളത്. ഓക്കെ, പിന്നെ അതുപോലെ ട്രാക്കുകൾക്കിടയിലുള്ള ദൂരത്തെ നമ്മൾ ബ്രോഡ് ഗേജ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് എത്ര മീറ്ററാണ് ബ്രോഡ് ഗേജ് എത്ര മീറ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1676 മില്ലിമീറ്ററാണ് ബ്രോഡ് ഗേജ് എന്ന് പറയുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബ്രോഡ് ഗേജ് എന്ന് പറയുന്ന 1676 ഓക്കെ, മറക്കരുത്. അടുത്ത് ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേ, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന്, അല്ലെങ്കിൽ ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ഭുവനേശ്വർ എന്ന് പറയണം. ഭുവനേശ്വർ. ഓക്കെ, ഭുവനേശ്വറിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഇലക്ട്രിക് ട്രെയിൻ. ഓക്കെ, ഫസ്റ്റ് ഇലക്ട്രോണിക് ട്രെയിൻ എന്നാണ് പുറത്തിറങ്ങിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925. ഓക്കെ, 2015 ഒന്നും എഴുതി വയ്ക്കരുത്, 1925. ഓക്കെ, ഇനി കൊൽക്കത്തയിൽ എന്നാണ് ആദ്യത്തെ മെട്രോ ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ 1984. ഓക്കെ, 1984 കൊച്ചിയിൽ മെട്രോ, കൊൽക്കത്തയിൽ ആദ്യത്തെ മെട്രോ രൂപീകരിച്ചത്. ഓക്കെ, ഓക്കെ, അടുത്ത ചോദ്യം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം കൂടെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പരിപാടി അവസാനിപ്പിക്കുന്നു. അടുത്ത ചോദ്യം ആണ്, ഇത് ഇന്ത്യൻ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. 1950 രൂപീകരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ രൂപീകരിച്ച ഒരു പരീക്ഷയ്ക്ക് കഴിഞ്ഞ റെയിൽവേ ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. ഇവിടെ വിപ്രോ ലിമിറ്റഡ് ആരംഭിച്ചത് 1945.
ഓക്കെ, വിപ്രോ. അതുപോലെ കോൾ ഇന്ത്യ ലിമിറ്റഡ് ആരംഭിച്ചത് 1975 ടിസ്കോ അല്ലെങ്കിൽ ടാറ്റ സ്റ്റീൽ കമ്പനി ആരംഭിച്ചത്, അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ആരംഭിച്ചത് 1907 ഓക്കെ. ICC അല്ലല്ലോ, യെസ്, ICC ആരംഭിച്ചത് 1928 ലളിതകല അക്കാഡമി സ്ഥാപിച്ചത് 1954 ഓക്കെ. അതുപോലെ ഒളിമ്പിക് അസോസിയേഷൻ ആരംഭിച്ചത് 1927 ഓക്കെ. നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ 1992 എന്ത് ചെയ്തത്, ആരംഭിച്ചത്. ഓക്കെ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തൊട്ട് നോക്കിയ ഇത്രയും ചോദ്യങ്ങൾ നന്നായിട്ട് നോക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കിനെങ്കിലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കുറച്ച് ബോറിംഗ് ആയിരുന്നു എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ എന്ന് കഴിഞ്ഞാലും കണ്ടൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടൻറ്റാണ്. ഓക്കെ. അപ്പോൾ എല്ലാവരും മാക്സിമം പഠിക്കുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. നമ്മുടെ ടെർബോ ബാച്ച്, SSGDയുടെ ടെർബോ ബാച്ച് നമ്മൾ ഓഫർ നാളെയും കൂടെ ഉണ്ട്, നാളെയും കൂടെ അവസാനിക്കുകയാണ്. ഓക്കെ. 800 രൂപയാണ് ബാച്ചിൻ്റെ ഇപ്പോഴത്തെ ഫീസ്. ഓക്കെ. ഓഫർ അവസാനിക്കുമ്പോൾ 1250 രൂപയായിരിക്കും ഈ ഒരു ബാച്ചിൻ്റെ ഫീസ് കോഴ്സ് ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതിൽ നമ്മൾ ഫുൾ ടൈം മെൻറ്റർ പ്രോഗ്രാം എല്ലാം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പേരിനുള്ളത് അല്ല, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മെൻറ്റേഴ്സിനെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ.